ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ +1 മാത്തമാറ്റിക്സിലെ ബൈനോമിയൽ തിയറം എന്ന ചാപ്റ്ററാണ് റിവിഷൻ ചെയ്യാൻ പോകുന്നത്. വളരെ ചെറിയ ഒരു ചാപ്റ്ററാണ് ബൈനോമിയൽ തിയറം എന്ന ചാപ്റ്റർ. ഏകദേശം ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച് കാണാറുണ്ട്. 1-2 ഇക്വേഷൻസ് മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ നന്നായി എഴുതിയെടുക്കാൻ പറ്റും. ഏകദേശം ഒരു 20 മിനിറ്റ്സ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്നതാണ്. എത്രത്തോളം നമ്മൾ റിവിഷൻ ചെയ്ത് നന്നായി എഴുതി പഠിക്കുന്നുണ്ടോ അത്രത്തോളം സ്പീഡിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ എക്സാമിനേഷന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. എക്സാമിനേഷന് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ ക്വസ്റ്റ്യൻ നമ്മൾ നന്നായി വായിച്ച് മനസ്സിലാക്കി എങ്ങനെ ചെയ്യുമെന്ന് ആലോചിച്ച് അതിൻ്റെ സ്റ്റെപ്പുകളെല്ലാം എഴുതി വന്ന് ഉത്തരം കണ്ടെത്തുമ്പോഴത്തേക്കും ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ എടുത്തേക്കാം. നേരെ മറിച്ച് നമ്മൾ പഠിച്ച ഒരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ റിവിഷൻ ചെയ്യുന്ന സമയത്തൊക്കെ ഒത്തിരി തവണ എഴുതി പഠിച്ചിട്ടൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കതിൻ്റെ ആൻസർ എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരും. അതുകൊണ്ട് തന്നെ നമുക്കത് ചെയ്യാൻ 10 മിനിറ്റ് ഒന്നും വേണ്ട, വെറും 2 മിനിറ്റോ 3 മിനിറ്റോ കൊണ്ട് തന്നെ എല്ലാ സ്റ്റെപ്പുകളും വെച്ചുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഉത്തരം എഴുതാൻ പറ്റുന്നതാണ്. ചില കുട്ടികളൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞാൽ അറിയുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ സമയം കിട്ടാത്തത് കൊണ്ട് കുറേ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്ത് തീർക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ സമയം കിട്ടാത്തത് കൊണ്ട് 2 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി സമയം അതുമേലെ ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ കുറേ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യും, നമ്മളറിയില്ല 10 മിനിറ്റായി ഞാൻ ഈ ക്വസ്റ്റ്യന് അല്ലെങ്കിൽ ഞാൻ ഈ ഉത്തരം കണ്ടെത്താനിരിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നുണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞാലായിരിക്കും നമുക്ക് മനസ്സിലാവുകയോ ഇത്രയും സമയം കഴിഞ്ഞു പോയി, ഇനിയും ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ ഓർക്കുക. അപ്പോൾ എത്രയും ചെയ്ത് പ്രാക്ടീസ് കൂട്ടാൻ പറ്റുമോ അത്രയും നിങ്ങൾ ചെയ്തിട്ട് തന്നെ പ്രാക്ടീസ് കൂട്ടുക. അപ്പം നിങ്ങൾക്ക് എക്സാമിന് ഓരോ ക്വസ്റ്റ്യൻസും വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റും. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ബൈനോമിയൽ തിയറം തന്നെയാണ്. ബൈനോമിയൽ തിയറം പറയുന്നത് a+b^n(c0a^n plus nc1a^n-1 b plus nc2a^n-2 plus etc plus ncn(b)n. അപ്പോൾ ഇതാണ് ബൈനോമിയൽ തിയറം പറയുന്നത്. അപ്പോൾ ഈ തിയറമാണ് എല്ലാ ക്വസ്റ്റ്യനിലും നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതായത് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നമുക്ക് a+b^n എന്നുള്ള രീതിയിൽ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫോമുല അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്പാൻഷനിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് n+1 ആണ്. ഇപ്പോൾ പവർ n ആയതുകൊണ്ട് അതിൽ ടോട്ടൽ n+1 ടേംസ് ഉണ്ടായിരിക്കും എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട്, എത്ര ടേംസ് ഉണ്ട് തന്നിരിക്കുന്ന എക്സ്പ്രഷനിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എയുടെയും ബിയുടെയും പവർ, ഇപ്പോൾ എയുടെ പവർ എന്ന് പറയുന്നത് n-1 ആണ്, ബിയുടെ പവർ എന്ന് പറയുന്നത് 1 ആണ്. എയുടെയും ബിയുടെയും പവർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് n എന്നാണ് കിട്ടുക, അതും ഒന്ന് ഓർത്ത് വയ്ക്കാം. ഇനി ഇതേപോലെ a+b^n എക്സ്പാൻഷൻ നമ്മൾ എഴുതിയ പോലെ തന്നെ a-b^n എക്സ്പാൻഷനും നമുക്കൊന്ന് എഴുതാം. a-b^n is equal to nc0a^n minus nc1a^n-1 b plus nc2a^n-2 b² minus etc plus -1 to the power n ncn b to the power n. അതായത് ഇവിടെ നമ്മൾ കംപ്ലീറ്റ് പ്ലസ് ഇട്ടിട്ടാണ് എഴുതിയത്. ഇവിടെ a-b^n ആണെന്നുണ്ടെങ്കിൽ ആൾട്ടർനേറ്റീവ് ടേംസിന് നമ്മൾ മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് സെക്കൻഡ് ടേമിന് നമ്മൾ മൈനസ് ഇട്ട് കൊടുത്തു, അതുപോലെ ഫോർത്ത് ടേമിന് മൈനസ് ഇട്ടിട്ട് എഴുതുക. അങ്ങനെ വന്നിട്ട് ലാസ്റ്റ് ടേമിന് -1 നിന്ന് ലാസ്റ്റ് എഴുതിയിട്ടുണ്ട് ഞാൻ. എന്ന് വെച്ചാൽ നമ്മൾ ഓഡ് പവർ ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും, ഈവൺ പവർ ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആക്കിയിട്ട് എഴുതാം. ഇതേ രീതിയിൽ നമുക്ക് a-b^n എക്സ്പാൻഷൻ എഴുതാം. ഇനി അതിൽ തന്നെ പഠിക്കേണ്ട 2 ഇക്വേഷൻസ് ആണ്. ഒന്ന് 1+x⁻n, അതുപോലെ തന്നെ 1-x⁻n. 1+x⁻n ഇതേ രീതിയിൽ എക്സ്പാൻഡ് ചെയ്താൽ nc0 plus nc1 into x plus nc2 into x² plus etc plus ncn into x⁻n എന്ന് എഴുതാം. അതുപോലെ 1-x⁻n ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സൈന് മാത്രം മാറ്റി കൊടുത്താൽ മതി. nc0 minus nc1 into x plus nc2 into x² minus etc plus -1n ncn into x⁻n എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടത് ആദ്യത്തെ 2 ഇക്വേഷൻസ് തറവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എന്നിൻ്റെ പവർ എന്ന് പറയുന്നത് 3 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എക്സ്പ്രഷൻ ഇതേ രീതിയിൽ എഴുതാം. a+b^3 എന്ന് പറയുമ്പോൾ a³ plus 3a² plus 3ab² plus b³ അതുപോലെ a+b⁴ ആണെന്നുണ്ടെങ്കിൽ a⁴ plus 4a³ plus 6a² b² plus 4ab³ plus b⁴. ഇതിൽ a+b³ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. അതിൻ്റെ കൂടെ തന്നെ a+b⁴ ഇക്വേഷനും കൂടി പറ്റുമെങ്കിൽ പഠിച്ചെടുക്കാൻ നോക്കുക.
കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എക്സ്പാൻഷൻ ഒന്നും എഴുതാണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. ഒന്നുമില്ല, ആദ്യത്തെ ടേം A⁴, ലാസ്റ്റ് ടേം B⁴, നടുവിലത്തെ ടേമിൻ്റെ കോഎഫിഷ്യൻ്റ് ഓർത്ത് വയ്ക്കുക 4, 6, 4. എളുപ്പമല്ലേ, 4, 6, 4 അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. പിന്നെ സെൻട്രലിലുള്ള ടേംസ് നമ്മൾ എഴുതുമ്പോൾ എയുടെ പവർ ഇങ്ങനെ കുറച്ചിട്ട് എഴുതാം. A³ A², കൂടെ തന്നെ ബിയുടെ പവർ കൂട്ടിയിട്ട് എഴുതാം, B² B³. അത്രയേ ഉള്ളൂ A+B⁴ എക്സ്പാൻഷൻ. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് തറവായിട്ട് പഠിക്കുക. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഇതിൽ പഠിക്കേണ്ടത്. ഇനി ഇതിൻ്റെ എക്സാംസിലേക്ക് കിടക്കാം. First question, write the number of terms in the expansion of x plus 2y raised to 2n. Second question, expand x plus 3 by x whole to the power 4. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് ടേംസ് കാണാനാണ് തന്നിരിക്കുന്നത്. x plus 2y raised to 2n ആണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇവിടുത്തെ പവർ എത്രയാണ് തന്നിട്ടുള്ളത്, 2n ആണ്. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് ആ പവറിനേക്കാളും ഒരെണ്ണം കൂട്ടിയിട്ട് എഴുതാം. സോ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് 2n plus 1 എന്ന് എഴുതാം. റേസ് ടു 5 എന്നാണെങ്കിൽ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുമ്പോൾ 6 വരും. റേസ് ടു 7 ആണെങ്കിൽ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുമ്പോൾ 8 വരും. അങ്ങനെ. ഇനി ഇതിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് x plus 3 by x raised to 4 where x not equal to 0. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന എക്സ്പ്രഷൻ ഒന്ന് നോക്കുക. x plus 3 by x raised to 4 എന്നാണ്. അപ്പോൾ ഏത് ഇക്വേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്, A+B⁴ എന്നുള്ള ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഈ A+B⁴ ഇക്വേഷൻ ഒന്നുമില്ലെങ്കിൽ ബൈനോമിയൽ തിയറം വെച്ചിട്ട് ഇതേപോലെ തന്നെ എഴുതാം. 4C0 A⁴ plus 4C1 A³ plus 4C2 A² B² plus 4C3 AB³ plus 4C4 A⁴. ഒന്നില്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ A⁴ plus 4A³ plus 6A² B² plus 4AB³ plus B⁴. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷനാണ് എഴുതുന്നത് വെച്ചെങ്കിൽ നമുക്ക് എയുടെ പ്ലേസിൽ എക്സ് കൊടുക്കുക, ബിയുടെ പ്ലേസിൽ 3/x കൊടുത്തിട്ട് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഇപ്പോൾ A⁴ എന്ന് പറയുമ്പോൾ x⁴ വരും. 4A³ B എന്ന് പറയുമ്പോൾ 4 × x³ ബിയുടെ പ്ലേസിൽ 3/x plus 6A² B² എന്ന് പറയുമ്പോൾ 6 × x² × 3/x whole square plus 4AB³ എന്നാണ് അടുത്ത ടേം. സോ 4 × x × 3/x whole cube plus B⁴ എന്ന് പറയുമ്പോൾ 3/x⁴ എന്ന് വരും. ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഇതേ രീതിയിൽ ഫൈനൽ ആൻസർ എഴുതാം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് x plus y whole to the power 10 ഈസ് ഡാഷ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ x plus y raised to n ആണെന്നുണ്ടെങ്കിൽ n plus 1 ടേംസ് ഉണ്ടായിരിക്കും. ഇവിടെ x plus y raised to 10 ആയതുകൊണ്ട് 11 ടേംസ് ഉണ്ടായിരിക്കും എന്ന് നമുക്ക് എഴുതാം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് x plus 1/x whole to the power 6. ഇവിടെയും നമ്മൾ ബൈനോമിയൽ തിയറം യൂസ് ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതാം. x plus 1/x raised to 6 എന്ന് പറയുമ്പോൾ 6C0 x raised to 6 plus 6C1 x raised to 5 × 1/x plus 6C2 x raised to 4 × 1/x whole square plus 6C3 x³ × 1/x whole cube plus 6C4 x² × 1/x⁴ plus 6C5 x × 1/x⁵ plus 6C6 1/x�6. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ആൻസർ എഴുതാം. ഇനി ഇതിൽ തന്നെ തേർഡ് ക്വസ്റ്റ്യൻ, A+B⁴ plus A−B⁴. ഹെൻസ് ഇവാലുവേറ്റ് √3 plus √2⁴ plus √3 minus √2 whole to the power 4. ഇതും എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതേ ഫോർമാറ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ, A+B⁴ plus A−B⁴. ഇതേ രീതിയിൽ ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ തന്നിട്ട് ഇതേപോലെ ഇവാലുവേറ്റ് ചെയ്യാൻ. ഈ ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു ഇത് ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ക്രിസ്മസ് എക്സാമിന് ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ആദ്യം നമ്മൾ A+B⁴ plus A−B⁴ എന്ന് സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരാം 2A⁴ plus 2 × 4C2 A² B² plus 2 × B⁴ എന്ന് വരും. ഇനി ഇതാണ് നമ്മളോട് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എയുടെ പ്ലേസിൽ √3 എന്ന് എടുക്കുക, ബിയുടെ പ്ലേസിൽ √2 എന്ന് കൊടുക്കുക. അപ്പോൾ ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ 2A⁴ എന്നാണ് ആദ്യത്തെ ടേം. സോ 2 × √3⁴ പ്ലസ് 2 × 4C2. സോ 2 × 4C2 × √3² × √2². എക്കും ബിക്കും √3 എന്നും √2 എന്നും കൊടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്യുക. ലാസ്റ്റ് ടേം പ്ലസ് 2 × B⁴. സോ പ്ലസ് 2 × √2⁴ എന്ന് എഴുതാം. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ 98 എന്ന് നമുക്ക് കിട്ടും. ഇത് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സ്പാൻഷനിൽ കൊടുത്തിട്ട് എഴുതാം, അതല്ലെങ്കിൽ ഈ √3 plus √2⁴ A+B⁴ രീതിയിൽ എക്സ്പാൻഡ് ചെയ്യുക. അതേപോലെ √3 minus √2⁴ എക്സ്പാൻഡ് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്തിട്ടൊക്കെ കണ്ടുപിടിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്ത അതേ പാറ്റേണിലുള്ള വേറൊരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4, ഫൈൻഡ് A plus B whole to the power 4 minus A minus B whole to the power 4. അതായത് നേരത്തെ നമ്മൾ ചെയ്തത് A+B⁴ plus A−B⁴ ആണ്. ഈ ക്വസ്റ്റ്യനിൽ അത് സബ്ട്രാക്ഷൻ ആണെന്ന് മാത്രം. സോ അതിൽ തന്നെ സബ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഹെൻസ് ഇവാലുവേറ്റ് √3 plus √2⁴ minus √3 minus √2 whole to the power 4. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. ആദ്യം A+B⁴ ഇക്വേഷൻ എഴുതുക, അതേപോലെ A−B⁴ ഇക്വേഷൻ എഴുതുക.
ഇനി ഇതിവിടെ ചെയ്യേണ്ടത് സബ്ട്രാക്ഷനാണ്. ഇപ്പോൾ സബ്ട്രാക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ ടേംസൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും. അതായത് a⁴ എന്നുള്ള ടേംസ് ക്യാൻസൽ ചെയ്ത് പോകും. അതേപോലെ 6a² b² ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ ലാസ്റ്റ് വരുന്ന b⁴ എന്ന് പറഞ്ഞ ടേമും ക്യാൻസൽ ചെയ്ത് പോകും. റിമൈനിങ് ടേംസ് വരുന്നത് ഇവിടെ 4a³ b മൈനസ് 4a³ b ആണ്. സോ 8a³ b എന്ന് വരും. അതേപോലെ ഈ ടേമും കൂടി വരും, ab³ എന്നുള്ളതിൻ്റെ ടേമും കൂടി വരും. സോ 8ab³ എന്ന് വരും. 8ab കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരിക a² + b² എന്ന് വരും. സോ a+b⁴ മൈനസ് a മൈനസ് b⁴ ഈക്വൽ ടു 8ab × a² + b² എന്ന് എഴുതാം. ഇനി ഇതിൽ തന്നെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ പറയുന്നത് √3 + √2⁴ മൈനസ് √3 മൈനസ് √2⁴. അപ്പോൾ ഇതിൽ ഈ ഇക്വേഷനിൽ എയുടെയും ബിയുടെയും പ്ലേസിൽ √3 എന്നും √2 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസറായി. അതായത് ഇതിന് നമുക്ക് 8 × 8ab എന്നാണ് ഇവിടെ വരുന്നത്. അപ്പോൾ 8 × √3 × √2 എന്ന് എഴുതാം. a² + b² എന്ന് പറയുമ്പോൾ √3² + √2². അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്താൽ 8 × √3 × √2 എന്ന് പറയുമ്പോൾ 8 × √6 എന്ന് എഴുതാം. അതുപോലെ √3² എന്ന് പറയുമ്പോൾ 3 വരും. 3 + √2² എന്ന് പറയുമ്പോൾ 2 വരും. സോ 5 എന്ന് വരും. അങ്ങനെയാകുമ്പോൾ 8 × 5 എന്ന് പറയുമ്പോൾ 40√6 എന്ന് ആൻസർ എഴുതാം. ഇതേ പാറ്റേണിൽ തന്നെ വരുന്നതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഫൈൻഡ് x + 1�6 + x - 1�6. ഇവിടെ പവർ 4 ആണ് ചെയ്തത്. ഇവിടെ പവർ ചെയ്യുന്നത് 6 ആണെന്ന് മാത്രം. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വയം ചെയ്ത് നോക്കിയിട്ട് ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ഇതിൽ തന്നെ വരുന്ന ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ആണ്. സിക്സ്ത് ക്വസ്റ്റ്യൻ, സം ഓഫ് ദ കോഎഫിഷ്യൻസ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് 1 - x ഹോൾ ടു ദ പവർ n. അപ്പോൾ ഇത് 1 - x ഹോൾ ടു ദ പവർ n ആണ്. സം ഓഫ് ദ കോഎഫിഷ്യൻസ് ചെയ്ത് വന്നാൽ ആൻസർ എന്ന് പറയുന്നത് 0 വരും. ഇനി അതന്നെ 1 + x⁴n ആണെന്നുണ്ടെങ്കിൽ സം ഓഫ് ദ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് 2 കിട്ടും. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഇതേ രീതിയിലും ചോദിക്കാം. ഇങ്ങനെ സം ഓഫ് ദ കോഎഫിഷ്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് വേർഡ്സിൽ ചോദിക്കുന്നതിന് പകരം ഇക്വേഷനായിട്ട് ചോദിക്കാം. ആ കോഎഫിഷ്യൻസ് തന്നിട്ട് nc0 + nc1 + nc2 + etc + ncn. അപ്പോൾ ഈ കാണുന്നത് സം ഓഫ് ദ കോഎഫിഷ്യൻസ് തന്നെയാണ്. ഇത് എക്സ്പാൻഷൻ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോഎഫിഷ്യൻസ് ആണ് ഈ എഴുതിയിട്ടുള്ളത്. അപ്പോൾ കോഎഫിഷ്യൻസിൻ്റെ സം എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഇനി 9th ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് 101⁴ യൂസിങ് ബൈനോമിയൽ തിയറം. അപ്പോൾ ഇതേപോലെയുള്ള ഒരു നമ്പർ തന്നിട്ട് അതിൻ്റെ 4th പവർ അല്ലെങ്കിൽ 3rd പവർ അതൊക്കെ ബൈനോമിയൽ തിയറം യൂസ് ചെയ്തിട്ട് കാണുന്ന ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. അപ്പോൾ 104⁴ എന്ന് പറയുമ്പോൾ നമുക്കതിന് 100 + 1⁴ എന്ന് എഴുതാം. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 100⁴ + 4 × 100³ + 6 × 100² + 4 × 100 + 1 എന്ന് എഴുതാം. അപ്പോൾ a + b⁴ ഇക്വേഷനാണ് ഞാനിവിടെ കൊടുത്തത്. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഇതേപോലെ 10,40,60,401 എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടും. ഇതേ രീതിയിൽ തന്നെ 99³ അല്ലെങ്കിൽ 102⁴ അതൊക്കെ ചോദിക്കാറുണ്ട്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസും 1-2 വന്ന് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് 2/x + x/2⁴ യൂസിങ് ബൈനോമിയൽ തിയറം. ഇതും അതുപോലെ തന്നെ a + b⁴ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ എക്സ്പാൻഷൻ കണ്ടുപിടിക്കാം. 2/x + x/2⁴ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം a⁴ 2/x⁴ എന്ന് എഴുതാം. + 4a³ b എന്ന് പറയുമ്പോൾ 4 × 2/x³ × b എന്ന് പറയുമ്പോൾ x/2 + 6 × a² b². സോ 2/x × x/2² + 4 × ab³. സോ 4 × 2/x × x/2³ പ്ലസ് ലാസ്റ്റ് ടേം b⁴. സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതേ രീതിയിൽ ആൻസർ കിട്ടും. 16/x⁴ + 16/x² + 6 + x² + x⁴/16 എന്ന് കിട്ടും. അപ്പോൾ ഇതേ രീതിയിൽ a + b⁴ വരുന്ന എക്സ്പാൻഷൻ വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കുക. അതേപോലെ അതിൽ എക്സാമ്പിൾസ് ആയിട്ട് വരുന്ന 101⁴ അതുപോലെ 103⁴ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ ഇതേ ഇവാലുവേറ്റ് ചെയ്യുന്ന ഇതേ മോഡലുള്ള ക്വസ്റ്റ്യൻസ്, ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ്. കഴിയുമെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലെയുള്ള കൂടുതൽ മാത്സ് വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.